ആഹാ, രണ്ടും ഇവിടെ ഇരിപ്പുണ്ടോ? അല്ല, ഒരാളും കൂടെ കാണണമല്ലോ. തമ്പ്രാട്ടി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കവാ. എന്റെ ദൈവമേ, ആ കൊച്ചു ഇതുവരെയായിട്ടും എഴുന്നേറ്റില്ലേ? ഫസ്റ്റ് ദിവസം തന്നെ ആ പ്രൊഫസറിന്റെ കയ്യിൽ നിന്ന് കേക്ക് ഇവള്. ദാ പോണ്, ആ കൊച്ചിനെ കൊല്ലാണ്ടിരുന്നാ മതിയായിരുന്നു. അവൾ കല്ലയില് 2 തല്ലിന്റെ കുറവുണ്ട്, അത് വല്യമ്മേന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ മാറിക്കോളൂ. നിന്റെ ഈ വർത്താനം കാരണമാ അവൾ ഇടയ്ക്ക് ഓരോന്നൊക്കെ തരുന്നത്. അല്ലെങ്കിലും അമ്മ അവളുടെ സൈഡല്ലേ പറയൂ. വെറുതെ ഒന്നുമില്ലല്ലോ, നീ ഓരോന്നും ചെയ്തിട്ടില്ലേ? നീ മിത്തു, എന്റെ ചെറുക്കനെ ഒന്നും പറയരുത് കേട്ടോ. അതെ, മുത്തശ്ശിയൊന്നും പറയണ്ട, അവസരം കിട്ടുമ്പോ എനിക്കിട്ട് കൊട്ടാറുള്ളതല്ലേ. അയ്യടാ, എന്താ ഒരു ചിരി. അനു, എന്റെ ദൈവമേ, ഈ പെണ്ണ് ഇതുവരെ എഴുന്നേറ്റില്ലേ? നീ എഴുന്നേക്കുന്നുണ്ടോ? നിനക്കിന്ന് കോളേജിൽ പോകേണ്ടതല്ലേ? 5 മിനിറ്റും കൂടി. ആ, 5 മിനിറ്റും ഇല്ല. മോള് വേഗം അങ്ങ് എഴുന്നേക്കാൻ നോക്ക്. ഇപ്പൊ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ കൂടെ കോളേജിൽ പോവാം. ഇല്ലെങ്കിൽ അറിയാലോ, ആരുമില്ല നിന്നെ ഇവിടെ കൊണ്ടാക്കാൻ. അമ്മ പൊക്കോ, ഞാനിപ്പോ വരാം. വേഗം വരാൻ നോക്ക്, എന്നെ ഇനി ഇങ്ങോട്ട് വരുത്തിക്കരുത് കേട്ടോ. ഓ, ഞാൻ എഴുന്നേറ്റു, അമ്മ പൊക്കോ. ആഹാ, ദാ വരുന്നു. അവളെ കൂട്ടാൻ പോയിട്ട് അവളെവിടെ? ഓ, ആ കുരുപ്പിപ്പ അങ്ങ് എഴുന്നേറ്റതേ ഉള്ളൂ. ഇപ്പൊ വരും ഇങ്ങോട്ട്. ഓ, പോകുന്നത് കണ്ടപ്പോഴേ തോന്നി ഇന്നൊന്നും നടക്കില്ലെന്ന്. എന്ത് നടക്കില്ലെന്ന്? അതുണ്ടല്ലോ, അവൻ പറയുമായിരുന്നു വല്യമ്മയ്ക്ക് അവളെ പേടിയാണെന്ന്. എന്റെ നെഞ്ചത്ത് പടക്കം പൊട്ടിച്ചിട്ട് വേണമായിരുന്നോടാ നിന്റെ എൻട്രി. വല്ലപ്പോഴും കൂടിയല്ലേടാ, നീയൊന്ന് സഹിക്ക്. വല്ലപ്പോഴും കൂടിയാണെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത്. ആഹാ, രാവിലെ തന്നെ എല്ലാരും ഇരിപ്പുണ്ടല്ലോ. എന്താ പരിപാടി? ഇത്ര പെട്ടെന്ന് വന്നോ? എന്റെ പൊന്നു കുഞ്ഞ്, ആദ്യത്തെ ദിവസമല്ലേ, നിനക്കൊന്ന് കുളിച്ചിട്ടൊക്കെ പോയിക്കൂടെ? എന്ത് വർത്താനോ മുത്തശ്ശി, ഞാൻ ഇന്നലെയല്ലേ കുളിച്ചേ? അത് നേരാ, അവൾ ഇന്നലെയല്ലേ കുളിച്ചേ. ഡെയിലി ഒന്നും കുളിക്കാൻ അവളുടെ അടുത്ത് പറയരുത്. എങ്ങാനോ അവൾ കുളിച്ചിട്ട് ആ പൈപ്പിലെ വെള്ളം എങ്ങാനും തീർന്നാലോ, നമ്മളൊക്കെ പിന്നെ എങ്ങനെ കുളിക്കും? അയ്യോ, മോൻ തമാശിച്ചതാണോ? വല്ലാണ്ടങ്ങ് തമാശക്കല്ലേ, എന്റെ കയ്യിന്ന് വാങ്ങുന്നേ. ആഹാ, എന്നാ എനിക്കതൊന്ന് കാണണമല്ലോ. എന്റെ ദൈവമേ, നേരെ അങ്ങ് വെളുത്ത് തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പ് ഇവിടെ 2 എണ്ണം തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മ ആദ്യം അവളുടെ അടുത്ത് ആ വാ അടിച്ചു വെക്കാൻ പറ. അവൾ ആ വാ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ പകുതി സമാധാനവും കിട്ടും. ആ, നിനക്ക് സമാധാനം വേണമല്ലേടാ? നിനക്ക് സമാധാനം ഞാൻ തരാം. അല്ല, ഇവിടെ ആരോ ആരൊക്കെയോ ശരിയാക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്തേ അനക്കമൊന്നും ഇല്ലല്ലോ. ശേ, എന്ത് മോശത്തരവാടി. അല്ലേലും അവൻ നിന്നേലും 2 വയസ്സിന് ഇളയതല്ലേ, ഇങ്ങനെയൊക്കെ പേടിക്കാവോ? ആഹാ, നീ മോശമൊന്നുമല്ല. കഴിഞ്ഞ ദിവസം നീ ഇവനെ പേടിച്ചിട്ട് ഒരു ഡേ ഫുള്ള് നീ ആ മുറിയിൽ ഇരുന്നവനല്ലേടാ? ഞാനോ? ആ, നീ തന്നെ. എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക, അമ്മ എൻ്റെ അമ്മയാണോ അതോ അവളുടെയോ? ഓ, ഇനി ഇതിന്റെ പേരും പറഞ്ഞ് തുടങ്ങണ്ട. 3 എണ്ണവും കഴിച്ചിട്ട് പോകാൻ നോക്ക്. ഗുഡ് മോർണിംഗ് അപ്പാ. Mama
എപ്പോഴും ഇതിനേലും നേരത്തെയല്ലേ എഴുന്നേക്കാറ്. അപ്പൊ പൊന്നുമോൾക്കറിയാം നീ താമസിച്ച എഴുന്നേറ്റേന്ന്. നീ ഒറ്റയോളം എന്നെ ഈ മടിയനാക്കുന്ന കേട്ടോ. ഇത് ഞാനല്ലേ പറയണ്ടേ? അല്ല അത് പോട്ടെ, അവനെന്തേ? നിന്നെപ്പോലെയല്ല, എന്റെ കൊച്ചിന് കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. അവൻ നേരത്തെ പോയി. ഓ, വലിയ ഉത്തരവാദിത്തമുള്ള വന്നിരിക്കുന്നു. ആടി, നിന്നേലും ഉത്തരവാദിത്തമുണ്ട് എന്റെ ചെറുക്കന്. എന്റെ ചെറുക്കൻ മുത്താണ്, മുത്ത്. അല്ലെങ്കിലും അപ്പന് അവൻ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ വേറെ ആരും. അതേലോ, ഇല്ലെങ്കിൽ മോള് പറ, ഞാൻ എങ്ങനെ അവനെ സ്നേഹിക്കാതിരിക്ക? നീ വഴി എനിക്ക് കിട്ടേണ്ട അടി അവനായതുകൊണ്ട് നൈസായിട്ടങ്ങ് ഒതുക്കി വിടുന്നു. അയ്യോ, കളിയാക്കിയതാവൂല്ലേ? മതി അപ്പനും മോളും കൂടെ വഴക്കിട്ടത്. ആമി, വല്ലം കഴിച്ചിട്ട് കോളേജിൽ പോകാൻ നോക്ക്. എനിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ അമ്മ ഈ അപ്പനെടുത്ത് കൊടുക്ക്. അത് നല്ല കാര്യമാ മാളു, അവൾക്കുള്ളതും കൂടി നീ ഇങ്ങെടുത്തേക്ക്. ആ, കൊടുക്ക്, ഒരു പാത്രം നിറയെ കൊടുക്ക്. വയറ് നിറയട്ടെ, എന്നിട്ട് വേണം എന്നെ കളിയാക്കാൻ. മതി വഴക്ക് കൂടിയത്. ആമി, വാ, വന്ന് കഴിക്കാൻ നോക്ക്. ഇനിയിപ്പോ ഒന്നും എനിക്ക് വേണ്ടമ്മ. എന്തായാലും ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് അവന്മാരുടെ കൂടെ കഴിച്ചോളാം. എന്നാൽ ശരി, ഞാൻ ഇറങ്ങുവാണേ. ഈ കോഴിക്കുഞ്ഞിനെ കൊണ്ട് എന്റെ ദൈവമേ, ആ ചെറുക്കനെ ഇവള് തല്ലുവാങ്ങി കൊടുക്കാണ്ടിരുന്നാ മതി. കണ്ടെടുത്തോളം ഇവിടുത്തെ കോളേജും ക്ലാസ്സും ഒക്കെ സെറ്റായിട്ടുണ്ട് അല്ലേടാ? ഇവിടെ കാലെടുത്തങ്ങ് വെച്ചതല്ലേ ഉള്ളു, നീ അതിനു മുമ്പൊന്നും പറയാതെ. പുറമേ നിന്ന് നോക്കുമ്പോ എല്ലാം നല്ല കളറാ. അത് നീ പറഞ്ഞ നേരം. നമ്മുടെ ക്ലാസ്സിലുള്ള പിള്ളേർ പറയുന്ന നമ്മൾ കേട്ടതല്ലേ ഈ കോളേജ് ഭരിക്കുന്ന ആ സീനിയേഴ്സ് ആണെന്ന്. പിന്നെ ഒരു സീനിയേഴ്സ് വന്നിരിക്കുന്നു. അത് നട്ടലുള്ള പിള്ളേരെ കാണാത്തോണ്ടാ. നേരാ ലാസ്റ്റ് ആ നട്ടലവന്മാർ ഒടിച്ചെടുക്കാണ്ടിരുന്നാ മതി. സീനിയേഴ്സ് അല്ലേ, അവന്മാര് വരുമ്പോ നോക്കാം. ഇപ്പൊ ആദ്യം ഒന്ന് ക്യാൻറ്റീൻ കണ്ടുപിടിക്കേ, എനിക്ക് വിശന്നിട്ട് വയ്യ. അത് തന്നെയല്ലേ ഇത്ര നേരം കിടന്ന് തപ്പുന്നേ. അതേ മക്കളെ, ഒന്നവിടെ നിന്നേ. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ വല്ലം പോയി കഴിച്ചിട്ട് വരാം. വിശന്നിട്ട് കണ്ണു കാണാൻ പാടില്ല. ഇവളാള് കൊള്ളാലോ. എന്റെ പൊന്നനു, ആ വായ നടച്ചു വെക്ക്. എന്നല്ലാതെ വിശന്ന് കണ്ണു കാണാൻ വയ്യ മനുഷ്യന്. അപ്പോഴാണ് അവന്റെ അമ്മൂമ്മേന്റെ ഒരു റാഗിങ്. അമലേ, ഇവളാള് കൊള്ളാലോ. സീനിയേഴ്സിന് എന്താ വേണ്ടേ? എന്തു പറഞ്ഞാലും മോൻ തരുവോ? എങ്ങനെ പോയാൽ ചിലപ്പോ ചോദിക്കാത്തതും കിട്ടിയെന്നിരിക്കും. ഈ ചോരത്തിളപ്പൊക്കെ നല്ലതാ, കുറച്ച് കഴിയുമ്പോ അതൊക്കെ അങ്ങ് പൊയ്ക്കോളും. അത് നിങ്ങൾ ശരിക്കുള്ള ആമ്പിള്ളാരെ കാണാത്തോണ്ടാ. എന്റെ പൊന്നമ്മലെ, പിള്ളേര് വന്നു കയറിയാലേ ഉള്ളൂ, അതിനു മുമ്പ് അവരുടെ കയ്യിൽ നിന്ന് നിനക്ക് തല്ലു വാങ്ങണോ? അത് തന്നെ, ഇടക്കൊക്കെ റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ എവിടെ നിന്ന് പൊട്ടിമുളച്ച്? മോളെ ഹൃത്തികെ, എല്ലായിടത്തും തലയിടുന്ന പോലെ ഇതിൻ്റെ അകത്തിടാൻ നിൽക്കണ്ട. നീ നിന്റെ കാര്യം നോക്കി പോകാൻ നോക്ക്. അതെന്ത് വർത്താനമാടാ? നമ്മുടെ ജൂനിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പിള്ളേരല്ലേ. അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളല്ലേ അവരെ ഹെൽപ്പ് ചെയ്യണ്ടേ? അതിന് നിന്റെ ഹെൽപ്പ് വേണമെന്ന് അവര് പറഞ്ഞോ? ആ പറഞ്ഞു. അല്ല, എന്തായാലും ഇപ്പൊ സീനിയർ വന്ന സ്ഥിതിക്ക് പറയാലോ. അപ്പൊ പിള്ളേര് പറഞ്ഞു കേട്ടല്ലോ, നിങ്ങൾ സ്ഥലം വിടാൻ നോക്ക്. നിന്നെയൊക്കെ ഒരു ദിവസം എൻ്റെ കൈ കിട്ടും. ഓ ആയിക്കോട്ടെ, ഇപ്പൊ അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. ഓ, നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെയാ വന്നേ. ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഒരു ഭൂകമ്പം ഉണ്ടായേനെ. എന്തായാലും ഇവിടം വരെ ആയ സ്ഥിതിക്ക് ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാം. പിന്നെ അതിനെന്താ, ഞാൻ അനഘ, അനു എന്ന് വിളിക്കും. ഹായ്, ഞാൻ അദ്വിക്. അപ്പോ നിന്റെ പേരെന്താ? അവന്റെ പേര് ആരവ്. അതെന്തേ അവന്റെ പേര് അവന് പറയാൻ അറിഞ്ഞൂടെ? പെട്ടെന്ന് ഒരാവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ. ഇത്ര ആവേശം നല്ലതല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവന്മാരെടുത്തിട്ട് നിന്നെ പിഴിയും. ഞങ്ങളെയൊക്കെ പരിചയപ്പെട്ടില്ലേ, ഇനി നിങ്ങളുടെ പേര് പറ. ഞാൻ ആര്യൻ. ഞാൻ പൃഥ്വി. ഹായ്,
ഹായ്, ഞാൻ ഹൃത്തിക. എന്നാലേ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ, ഒരാളെയും കൂടി തപ്പാനുണ്ട്. എന്നാ ശരി, പിന്നെ കാണാം. ദേ, ആ നേരെ കാണുന്ന ബിൽഡിംഗ് കണ്ടോ? അതിൻ്റെ അകത്ത് കയറിയാൽ മതി, അവിടെയാ ക്യാൻറ്റീൻ. എന്നാ ശരി, പിന്നെ കാണാം. സീനിയർ, ഹാ, ഇനി ഞങ്ങൾക്ക് ശരിക്കും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചാൽ വരുമോ? നീ വിളിച്ചു നോക്ക്. എന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരും. ഒന്നും വരുന്നുണ്ടോ? എനിക്ക് വിശന്നിട്ട് പാടില്ല, ഞാൻ പോകുക. ആരുവേ, ആ സീനിയർ കൊള്ളാലേ. വന്നതല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം. എന്തായാലും ഇഷ്ടമായി. അതൊക്കെ നമുക്ക് വഴിയെ സെറ്റാക്കാം. നീ ഇപ്പൊ വാ. നീ എൻ്റെ മുത്താണടാ, മുത്ത്. ഓ ആയിക്കോട്ടെ, നീ ഇപ്പൊ നടക്ക്. അവളെ ക്യാൻറ്റീൻ പൊളിച്ചിടുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. ഡാ, എന്നാ നിങ്ങൾ നടന്നു, ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം. ഡാ, ഞാനും വരാം. ഉണ്ടടാ, ഇവളെ ഒറ്റക്ക് വിട്ടാൽ ശരിയായില്ല. നിങ്ങൾ ചെല്ല്, ഞാൻ വന്നേക്കാം. എന്നാ നീ പോയിട്ട് വാ, ഞങ്ങൾ വണ്ടീൻ്റെ അടുത്ത് കാണും. ആ അമലെ, ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയേ. തേടിയ വള്ളി തന്നെ കാലിൽ ചുറ്റിയിട്ടുണ്ടല്ലോടാ. നേരത്തെ അങ്ങോട്ട് നല്ലപോലെ പരിചയപ്പെടാൻ പറ്റിയില്ല, ഇപ്പൊ നമുക്കൊന്ന് പരിചയപ്പെട്ടാൽ തുടങ്ങിയല്ലേ. ഇത്രയെങ്കിലും ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ സീനിയേഴ്സാന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന നീയായിരിക്കും. ഡാ ചെറുക്ക, നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട, നിന്നെ ഞാൻ വഴിയെടുത്തോളാം. മിണ്ടാതെ നിന്നെന്ന് വെച്ച് തലയിൽ കയറി നിരങ്ങല്ലേ സീനിയറെ. ഇങ്ങോട്ട് വാടാ. സോറി, ഞാൻ വിചാരിച്ചു അവരിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന്, അതാ തല്ലിയെ. എന്നാ ആ ഡ്രസ്സ് മാറ്റി ഇതിടാൻ നോക്ക്. എന്താ നോക്കി നിക്ക, എന്നാ പിടിക്ക്. നോക്കിക്കഴിഞ്ഞെങ്കിൽ പോയാലോ? ഹാ, നിന്റെ പേരെന്താ? ആരോ? അപ്പോ മോനെ ആരവേ, ഞാൻ കിട്ടുന്നതെല്ലാം തിരിച്ചു കൊടുത്ത ശീലം. അപ്പൊ അങ്ങനെയാ. ആ, എൻ്റെ അമ്മ. എവിടെ നോക്കട്ടെ, നീ നേരെന്നേ. ഇത് കുഴപ്പമില്ല, ചെറിയ മുറിവ്, നാളെ ആകുമ്പോൾ ശരിയായിക്കോളും. എന്നാ മോൻ ചെല്ലാൻ നോക്ക്, ഞാൻ പോവാ. ഓയ് സീനിയർ, പോവല്ലേ, പേര് പറഞ്ഞില്ല. എന്തിനാടാ, എന്നിട്ട് നിനക്കെന്നെ തല്ലാനാ? അത് ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴത്തെ ദേഷ്യത്തിന് ആളറിയാണ്ട് തല്ലിയതാ. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഈ കോളേജിലെ സീനിയേഴ്സിന്റെ നോട്ടപ്പുള്ളി മൊത്തം നീയാവും. അതെ, പേര് പറഞ്ഞില്ല. വീട്ടിൽ പോവാൻ നോക്കടാ. ഒരു പേരല്ലേ ചോദിച്ചേ, അതിനിത്ര വെയിറ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? എന്റെ പൊന്നാരു, എത്ര നേരമായിട്ട് നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്ക. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? നീ കാറിൽ കയറിയിരിക്കെ, ഞങ്ങളിപ്പോ വരാം. ഇതെങ്ങോട്ടാ? നീ കാറിൽ കയറിയിരിക്കെ, ഇപ്പൊ വരാന്നല്ലേ പറഞ്ഞേ. ഇടാ ആരു, വാ ഇങ്ങോട്ട്. ഇനി പറ, എന്താ ഉണ്ടായേ? നിന്റെ തലയൊക്കെ എന്താ നനഞ്ഞിരിക്കുന്നേ? ഇത് അവന്മാരാ, ആ രാവിലെ റാഗിങ് ചെയ്ത ടീം തന്നെ. നീ
പന്നകളെ കൊണ്ട് അവന്മാർക്ക് രണ്ട് കിട്ടാത്തതിൻ്റെയാ. എന്നിട്ടെന്താ ഉണ്ടായേ? കറക്റ്റ് സമയത്ത് ആ സീനിയർ വന്ന് ഇടപെട്ടുകൊണ്ട് ഒരു തല്ലൊഴിവായി. ഋതിക അവിടെയും വന്നോ? ഋതിക അല്ല, പിന്നാരായി പുതിയ ആള്? ഇതൊരു 1.5 മുതലാ മോനെ. ഋതികയുടെ ട്വിൻ ബ്രദറാ. എന്നിട്ട് ഋതിക ട്വിൻ ബ്രദർ ഉള്ള കാര്യം പറഞ്ഞില്ലല്ലോ. അത് പോട്ടെ, നിന്റെ ചുണ്ടിലെന്താ പറ്റിയേ? ഈ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. ഇത് കുഴപ്പമൊന്നുമില്ലടാ. ഈ അടി എനിക്ക് ഇഷ്ടപ്പെട്ടതാ. ആഹാ, ആദ്യമായിട്ട് അടി കിട്ടി ചിരിക്കുന്ന ഒരുത്തനെ ഞാൻ കാണുന്നത്. ഇനി ഇതിന്റെ പേരും പറഞ്ഞ അവന്മാര് നാളെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമോ എന്തോ. നീ വാ. അപ്പോ എന്നാ നമുക്ക് പോയാലോ? സോറിടാ, ആ മിസ്സാണെങ്കിൽ പിടിച്ചു വെച്ചേക്കുമായിരുന്നു. അതാ ലേറ്റായി. സാരമില്ല, വന്ന് വണ്ടി കയറ്. നീ അറിഞ്ഞോ, ഇന്ന് അമലും ഗ്യാങ്ങും കൂടി കുറച്ച് ജൂനിയേഴ്സ് പിള്ളേരെ ട്രാഗ് ചെയ്യാൻ ശ്രമിച്ചു. അത് പിന്നെ എപ്പോഴും നടക്കാറുള്ളതല്ലേ. പക്ഷെ ഈ പിള്ളേർ പൊളിയാടാ. ഞങ്ങൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരു 1-ാം തരം തല്ല് കാണായിരുന്നു. എന്നാ ഇടപെടണ്ടായിരുന്നല്ലോ, ഒരു തല്ല് കാണാൻ പറ്റായിരുന്നില്ലേ? അവന്മാരുടെ കൂട്ടത്തിൽ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നടാ. പിന്നെ അമലിൻ്റെയും ടീമിൻ്റെയും നാക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ, തീരെ ലൈസൻസ് ഇല്ല. പിന്നെ ആ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സഹിച്ചില്ലെങ്കിലോ. എല്ലാ പെൺകുട്ടികളും ഒരേപോലെ ആകണമെന്നില്ലല്ലോ. അവന്മാർക്ക് കിട്ടിയതൊന്നും പോരാ, അതിൻ്റെയാ.